ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനെ കുറിച്ചാണ്. അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നമുക്ക് 2026 ആദ്യം തന്നെ പ്രതീക്ഷിക്കാം. അതിനായിട്ട് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിപ്പോൾ പ്രൊഫൈലിൽ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന SBCID, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ പരീക്ഷകളും അതോടൊപ്പം ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുമെന്ന് കരുതുന്നുണ്ട്. അതും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മക്കളെ ഒരു ലോട്ടറിയാണ്. ഒരു ഡിഗ്രി കയ്യിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയമനങ്ങൾ നടക്കാൻ സാധ്യത, ഒന്നിലധികം അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പരീക്ഷാ കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ 2 ഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്, ഒരു പ്രിലിംസും ഒരു മെയിൻസും. അപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസാണ് ഇന്ന് എയ്സിൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ മുന്നേ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഒരു ചോദ്യപേപ്പർ നമ്മൾ നോക്കുമ്പോൾ 20 മാർക്കിന് മാത്സ്, 20 മാർക്കിന് ഇംഗ്ലീഷ്, 10 മാർക്കിന് മലയാളം, അത്രയും തന്നെ ഒരു 50 മാർക്കിൻ്റെ പോർഷൻ മാറി. പിന്നെ ബാക്കി വരുന്ന 50 മാർക്കിനാണ് GK പോർഷൻ വരുന്നത്. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും പഠിക്കേണ്ടത് പ്രിലിംസ് കംസ് മെയിൻസ് എന്നുള്ള രീതിയിൽ വേണം എപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങാൻ. അതായത് ഇപ്പോഴും നിലവിൽ സിലബസ് ഒന്നും വന്നിട്ടില്ല, എന്നാലും നമ്മൾ മുൻകാല എക്സാമുകൾ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ GK പാർട്ടിൻ്റെ 50 മാർക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ സെറ്റായി കൊണ്ടുപോകാം. അപ്പോഴും നമുക്ക് അവിടെ നിൽക്കുന്നത് മറ്റേ ഒരു 50 മാർക്ക് ഉണ്ടല്ലേ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ 50 മാർക്ക്. അതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 50 മാർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് 50-ന് 50 ഒന്നും വാങ്ങണ്ടടാ, പ്രിലിംസ് അല്ലേ. അപ്പോൾ അതിന് ക്വാളിഫൈ ചെയ്യുന്ന രീതിയിലൊരു മാർക്ക് വാങ്ങാൻ കഴിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രിലിംസ് സൂപ്പറായിട്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ അവൻ്റെ സ്ട്രോങ് സോൺ ആയിരിക്കേണ്ടത് നമ്മുടെ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. ഇതെങ്ങനെ സെറ്റാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ 2021 മുതൽ 2025 വരെ നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യ പേപ്പർ സെറ്റ് ചെയ്യണം. അത് വലിയ കാര്യമൊന്നുമില്ലടോ, വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ആ പ്രിലിംസിൻ്റെ ചോദ്യ പേപ്പർ എല്ലാം എടുത്ത ശേഷം ഓരോ ദിവസം ഓരോന്ന് വെച്ച് വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുള്ളത് കൊണ്ട് 2 ദിവസത്തിൽ ഒരിക്കൽ ഓരോന്ന് വെച്ച് വർക്ക് ചെയ്താലും കുഴപ്പമില്ല. വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2021 മുതൽ 2025 വരെ നടന്ന എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെയും ചോദ്യ പേപ്പർ കളക്ട് ചെയ്യണം. അത് മുഴുവനായും വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് അതിൽ ടോപ്പിക് വൈസ് ഈ ചോദ്യങ്ങൾ നമുക്ക് തിരിച്ചെടുക്കണം. അതിനു മുന്നേ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. കാരണം ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിങ്ങൾ ഈ ചോദ്യം നോക്കുന്ന സമയത്ത് ആവർത്തനങ്ങൾ ഒരുപാട് കാണാൻ പറ്റും, ടൈപ്പുകൾ ഒരേപോലത്തെ പാറ്റേൺസ് ഫോളോ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു 2 മാസം, ഒരു 60 ദിവസം കൊണ്ട് ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ച് തറവാക്കി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് പ്രിലിംസ് ഒരു വിഷയമേ അല്ല. 20 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോയാൽ പോലും നിങ്ങൾക്ക് 20-നൊരു 16 മാർക്ക് വരെ നേടാൻ പറ്റും. കാര്യം ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് നമ്മുടെ തന്നെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിനൊരു 16 മാർക്ക് സെറ്റായി, മാത്സിനും അതുപോലെ തന്നെ 16 മാർക്ക് സെറ്റായി. ഇൻ കേസ് മാത്സ് പരീക്ഷയ്ക്ക് ടഫായെന്ന് വിചാരിച്ചോ, എന്നാൽ എല്ലാവർക്കും ടഫായിരിക്കും, അത് കട്ട് ഓഫിനെയും കുറയ്ക്കും. ഇനി മലയാളവും അതുപോലെ തന്നെ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷും, മലയാളം ഇത് മൂന്നും കൂട്ടി 40 മാർക്ക് അല്ലെങ്കിൽ 35 മാർക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വാങ്ങാം. പിന്നെ ഉള്ളത്, അപ്പോൾ നമുക്കൊരു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എപ്പോഴും വരുന്നത് നമ്മളൊരു 60 മാർക്ക് വരെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് എന്ന് പറയാൻ പറ്റും. നിലവിലുള്ള എക്സാംസിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഒരിക്കലും നമുക്ക് പരീക്ഷ കഴിയാതെ അങ്ങനെ കട്ട് ഓഫ് ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞെന്താണ്, നമ്മൾ നിലവിലുള്ള പാറ്റേൺ വെച്ചിട്ട് പ്രിലിംസ് ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. അതിനൊരു നിശ്ചിത മാർക്ക് നമ്മൾ സ്കോർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു 60-65 മാർക്ക് ടാർഗറ്റ് ചെയ്ത് വേണം നമ്മളെപ്പോഴും പ്രിലിംസിനെ അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ 50 മാർക്കിന് ഇതിന് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. അതിലൊരു 35 മാർക്ക് ക്ലിയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ കുറേ കാലമായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുതെ ഒരു പരീക്ഷ എഴുതിയാൽ പോലും അവനൊരു GK ഒരു 20-25 ചോദ്യം കിട്ടും. അപ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക് ചെയ്ത് വരികയും പ്രിലിംസിൻ കംസ് മെയിൻസ് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പഠിച്ചു പോയ ശേഷം ഒരേപോലെ അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ വരുന്ന സിലബസ് ആയിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ കോമൺ ടോപ്പിക്സ് സെപ്പറേറ്റ് ആക്കി പഠിക്കുക. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യം വന്നത്, ആ മേഖല നിങ്ങളുടെ സ്ട്രോങ് സോൺ ആണെങ്കിൽ റിവൈസ് ചെയ്യുക, വീക്ക് സോൺ ആണെങ്കിൽ അത് പഠിച്ച് ക്ലിയർ ചെയ്യും. ഇതുപോലെ ഓരോ സബ്ജക്റ്റ്, എക്കണോമിക്സ് ആയിരുന്നാലും, ജോഗ്രഫി ആയിരുന്നാലും, അതുപോലെ തന്നെ കേരള ഗവേണൻസ് ആയിരുന്നാലും, നമ്മുടെ
എന്താ പറയുക ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ആയിരിക്കും വരുന്നത് സയൻസ് ആൻഡ് ടെക് എന്ന് പറഞ്ഞിട്ട്. അതാണെങ്കിൽ അത്. അപ്പോൾ ഇതെല്ലാം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ വരുന്ന കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. ഇത് ഞാൻ പ്രിലിംസിൻ്റെ ക്രാക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് പറയുന്നത്. മെയിൻസിന് ഈ രീതിയിൽ മാത്രം പഠിച്ചാൽ പോരാ. മെയിൻസിന് നമ്മൾ ഈ ടോപ്പിക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് പഠിക്കണം. പക്ഷേ അപ്പോഴും നമുക്കുണ്ടാവുന്ന ഗുണം പ്രിലിംസിന് പഠിക്കുമ്പോൾ മെയിൻസിനും കൂടെ വരുന്ന കോമൺ ടോപ്പിക്സ് നമുക്ക് മുൻകാല പരീക്ഷകളുടെ സിലബസ് നോക്കി പഠിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ബേർഡൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ബാല് കീറാൻ മലയെന്ന് തോന്നുന്ന ഒരു സംഭവം ഒഴിവാക്കിയെടുക്കാൻ പറ്റും. മക്കളെ ഒരു കാര്യം പറയാം, പഠിച്ച് അല്പം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ജോലി പെട്ടെന്ന് കിട്ടാനും ക്ലിയർ ചെയ്യാനും എളുപ്പം ഡിഗ്രി ലെവൽ പരീക്ഷകളാണ്. ഇപ്പോൾ ഡിഗ്രി യോഗ്യതയായിട്ടുള്ളവർ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു കാര്യം നമ്മൾ നേടുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ അടിക്കാൻ നോക്കണം. അതായത് ഏറ്റവും നമ്മൾ ഹയർ ലെവൽ എപ്പോഴും സ്വപ്നം കണ്ട് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട്. ഒരിക്കലും നമ്മൾ ലോ ലെവലിൽ ചിന്തിച്ച് പോകരുത്. നിങ്ങളുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അപ്പോൾ ഞാനൊരു ഡിഗ്രി ലെവൽ പരീക്ഷ, നിങ്ങൾക്ക് വെറുതെ അല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയത്, അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 2021 മുതൽ 25 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രിലിംസ് കംസ് മെയിൻസിന് ടോപ്പിക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോവാതെ എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ ക്ലാസ്സസ് ആരംഭിക്കുന്നുണ്ട്. നമ്മളെ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ തുടങ്ങി പുതിയ ക്ലാസ്സസ് ആരംഭിക്കുന്നുണ്ട്. നമ്മളെ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊക്കും. അപ്പോൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ഇതൊരു ക്ലാസ് ആയിരുന്നില്ല, ശരിക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നി, ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഡിഗ്രി പ്രിലിംസ് അടിച്ചിടാൻ നമുക്ക് എന്ത് മാത്രം മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക് ചെയ്ത് പോയാലും മതിയാവും. അതോടൊപ്പം കോമൺ ടോപ്പിക്സ് ഒരുമിച്ചും കൂടെ പഠിച്ചു പോകാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ പേര് ആരോമൽ. താങ്ക് യു ഓൾ.